ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ആത്മസഖി ആകാശവാണിയിലേക്ക് സ്വാഗതം. ഒരുപാട് കലകൾക്കും കലാകാരന്മാർക്കും പേരുകേട്ട നാടാണ് വൈപ്പിൻ. വൈപ്പിനിലെ ഓണക്കളിയെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു ഓണക്കളി കലാകാരൻ എബി ഗോപാലൻ. എബിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. നമുക്ക് എന്താണ് ഓണക്കളി, പിന്നെ ഓണക്കളിയുടെ ചരിത്രം, ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. നമസ്കാരം എല്ലാവർക്കും. ഓണക്കളിയുടെ ഉത്ഭവം എന്ന് പറയുന്ന ഏകദേശം ഒരു 1950 കാലഘട്ടങ്ങളിലാണ്. 50 കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ കൊയ്ത്തിൻ്റെ ആസ്പദമായി നടക്കുന്ന കറ്റ മുറിക്കലും അതുപോലെ മെതി അങ്ങനത്തെ ഒരു പ്രാരംഭഘട്ടത്തിൽ അവിടുത്തെ മുതലാളന്മാരും ഒന്നിച്ചു ചേർന്ന് ഭീമൻ കഥകൾ ഒരുക്കിയിരുന്നു വെച്ചാൽ. ഭീമൻ കഥ എന്ന് വെച്ചാൽ നമ്മളുടെ മഹാഭാരതത്തിലെ കഥകൾ. എൻ്റെ അപ്പൂപ്പനൊക്കെ അതിനകത്ത് കുന്തിയായിട്ടൊക്കെ അഭിനയിച്ച ആൾക്കാരാണ്. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ, എൻ്റെ മുതുമുത്തച്ഛൻ എന്ന് പറയും, ഏകദേശം ഒരു 2-3 തലമുറ മുമ്പ്. പേരോർമ്മയുണ്ടോ? പേരോർമ്മയുണ്ട്. അപ്പൂപ്പനെ പറയുന്നത് ചെറുവൈപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ ചെറുവൈപ്പൻ എന്ന് വെച്ചാൽ ശരിക്കും പേര് ചാത്താൻ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടുകാരന്മാർ കണ്ടങ്കാളി, കുരിശിങ്കത്തറ, പിന്നെ അയ്യപ്പൻ, അപ്പൂപ്പൻ, ഒത്തിരി അങ്ങനെ പോകുന്ന അങ്ങനെ ആൾക്കാർ. ഇവരെല്ലാവരും കൂടി വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയൊക്കെ തന്നെ തുടങ്ങും. അങ്ങനെ ഒരു സംരംഭം, നല്ലൊരു അവര് സൗഹൃദങ്ങളായിരുന്നു കൊണ്ടു നടന്നു വെച്ചത്. പാട്ടുകളായിരുന്നു. പാട്ട് അങ്ങനെ പാട്ടുകൾ. അന്ന് കഥകളായിരുന്നു അന്നേരത്തെന്ന് വെച്ചാൽ. കഥകൾ പറഞ്ഞ് നമ്മുടെ ഭീമന്റെ കഥകൾ. അപ്പൊ അതിനകത്ത് ദുര്യോധനവധം ഉണ്ടാവും, ഭീമന്റെ ചേഷ്ടകൾ ഉണ്ടാവും. അങ്ങനെ ഒത്തിരി കഥകളായിട്ട് പോകണം. അതിൽ നിന്ന് പിന്നീട് ഉത്ഭവിച്ചാണ് എതിരുകളി എന്ന് പറയും. അന്ന് വെച്ചാൽ പണ്ടത്തെ ഈ അപ്പൂപ്പനൊക്കെ തന്നെ, അപ്പൂപ്പൻ്റെ കാലഘട്ടത്തിന് പിന്നിങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് ഭീമൻ കഥ ഏകദേശം ആ 50 കാലഘട്ടം 55 കാലഘട്ടങ്ങളിലൊക്കെ എടവനക്കാട് മാർക്കറ്റിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ വേറെ ടീം ഒന്നും കൂടി അതിനെ ബിൽഡപ്പ് ചെയ്ത് സ്റ്റേജ് പരിപാടിയായിട്ട് നടത്തിയിട്ടുണ്ടത്. വേഷങ്ങളൊക്കെ ഇട്ട് നടത്തിയിട്ടുണ്ട് ഈ ഭീമൻ കഥകൾ. ഒത്തിരി പേര് അന്ന് ഈ പറഞ്ഞോണം നമ്മളുടെ ഈ മൊബൈലൊക്കെ ഇല്ലാത്ത കാലങ്ങളാണല്ലോ എന്നൊക്കെ. അപ്പോൾ അതൊരു അവിടുത്തെ ആൾക്കാർക്ക് നല്ലൊരു എന്താ പറയുക, അവർക്ക് നല്ല പ്രോത്സാഹനമായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അത് അറിയാൻ പറ്റിയത്. പിന്നീടെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് എന്ന് വെച്ചാൽ പണ്ട് 69 കാലഘട്ടങ്ങളിൽ അവിടെ വൈകുന്നേരങ്ങളിൽ ഈ മാർക്കറ്റിൽ വന്ന് അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് മീൻ പിടിച്ചും കൊണ്ടുവന്ന് കൊടുത്തും അങ്ങനത്തെ എല്ലാവരും ഒത്തിണങ്ങി, അതായത് ജാതി മതഭേദമെന്നില്ലാണ്ട് എല്ലാവരും വരുന്നൊരു മാർക്കറ്റ്. അങ്ങനെ തോട്ടിങ്ങിൽ എന്നാണ് പറയണത് പണ്ടത്തെ ആൾക്കാർ. നമ്മിപ്പോൾ മാർക്കറ്റ് എന്ന് പറയും, മീൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് തോട്ടിങ്ങ എന്നാണ് പറഞ്ഞത് വെച്ചാൽ. അപ്പോൾ അവിടെ ഇവർ എതിരുപാട്ട്, അതിൽ നിന്നും എതിരുപാട്ട് ഉത്ഭവിച്ചു. എന്ന് വെച്ചാൽ രാമൻ്റെ കഥ, രാവണപക്ഷം, രാമപക്ഷം, അതിൻ്റെ വൈപ്പിങ്കല്ല ഏറ്റവും നല്ല എതിരുകളുടെ ആശാന്മാരായിരുന്നു കണ്ണമ്മാശാൻ, അതുപോലെ തന്നെ രാഘവനാശാൻ, പിന്നെ AC കൊച്ചി, ഞങ്ങളുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പിന്നെ ഞാറക്കലുള്ള ചന്ദ്രൻ, രാവണൻ ചന്ദ്രൻ എന്നാ പറയുള്ളൂ. രാവണപക്ഷമായതുകൊണ്ട് പിന്നെ മീശ ഉണ്ടായതല്ല, രാവണപക്ഷം പാടുള്ളൂ പുള്ളി. ഈ AC കൊച്ചും നല്ല ഈ രാവണന്റെ പോലെ പൊക്കം കുറവാണെങ്കിലും മീശ നല്ല മീശയായിരുന്നു. അങ്ങനെ രാവണപക്ഷത്തിന്റെ ആളായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ ഇവര് ഏകദേശം ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇത് എതിരുപാട്ട് തീരണത് 2 ടീമായിട്ട് സ്പ്ലിറ്റായിട്ട് എതിരുപാട്ട് പാടി തീരണത് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് 4 മണിക്കൊക്കെയാണ് തീരണത് വെളുപ്പിനെ. അതെന്ന് വെച്ചാൽ ഈ രാമായണം വർണ്ണിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 3-3.5-4 മണിക്കൂറാവും. ലങ്കയാണ് ഏറ്റവും കൂടുതൽ വർണ്ണിക്കണമെന്ന് വെച്ചാൽ രാവണപക്ഷത്തിൻ്റെയാണ് കൂടുതൽ പാട്ടുകളുള്ളതും. അതിൻ്റെതായ അതായത് തൂണ് വരെയും രാവണൻ്റെ ലങ്കയില വർണ്ണിക്കുമെന്നാണ് പറയണവർ. അത്രയ്ക്കും നല്ല മനോഹരമായിട്ടാണ് വരികൾ എഴുതുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ എതിർപാട്ടെന്ന് പറയുമ്പോൾ ഒരാള് പാടുന്നു, അതിനെതിരായി മറ്റൊരാൾ പാടുന്നു, മറ്റേ പക്ഷത്തെ ആള് പാടുന്നു, അങ്ങനെയാണല്ലേ? അതെ. അതെന്ന് വെച്ചാല് ഇവരെ കളിയാക്കിക്കൊണ്ടും പാടാം അതിന്റെ കൂടെ.
ഈ നമ്മൾ ഈ പടകാളി ആ അതെ പാട്ടൊക്കെ അതെ. അപ്പൊ ചിലപ്പോ ഈ അതിനകത്ത് എതിരുപാട്ടിൽ വന്നത് കൂടുതൽ നമ്മുടെ ഞങ്ങളുടെ അടുത്ത കുമാരനാശാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനുണ്ട്. ഈ പുള്ളി രാവണവർഷം പാടുമ്പോൾ പുള്ളിക്കാരൻ കാലിന് ചെറിയൊരു ഇതുള്ള ആളാണ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ കാലിനെ കുറിച്ചൊക്കെ വർണ്ണിക്കും. അപ്പം അപ്പുറത്തേക്കണോ ഓപ്പോസിറ്റേക്കണോ ചിലപ്പോൾ വീട്ടുകാരെയും കുറിച്ചും വർണ്ണിക്കും. അതെന്ന് വെച്ചാൽ അവർക്കൊന്നൊരു പ്രശ്നമായിരുന്നു വെച്ചാൽ ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു ആൾക്കാർക്ക്. ഇത് അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവമായിരുന്നു. അതിനകത്ത് രാവണൻ്റെയും 4 വരി ഞാൻ പാടാം. രാമപക്ഷത്തിൻ്റെ പാട്ടാണിത്. 8 ദിക്കുകൾ പൊട്ടിടും വിധം പേരു കേട്ടിടും എന്നുടയോധ്യ, കോസലരാജൻ ദശരഥൻ വാണിടുന്ന യോധ്യം തകതെയ്ത. കളകളങ്ങളും കിളികളും കവിതകളും പെയ്യും നാട്, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതാണെൻ്റെ അയോധ്യ തകതെയ്ത. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതാണെൻ്റെ അയോധ്യ തകതെയ്ത. രാവണപക്ഷം. എൻ്റെ അച്ഛൻ പെണ്ണിനെ കക്കുവാനുണ്ടായ കാര്യം ഞാൻ നീ ചൊല്ലിയിടാം, അക്കാര്യം ഞാൻ നീ ചൊല്ലിയിടാം. എൻ്റെ അച്ഛൻ പെണ്ണിനെ കക്കുവാനുണ്ടായ കാര്യം ചൊല്ലാൻ നീ കേട്ടോളൂ, ആ കാര്യം ചൊല്ലാൻ നീ കേട്ടോളൂ. എൻ്റെ അച്ഛൻ പെണ്ണിനെ കക്കുവാനുണ്ടായ കാര്യം ചൊല്ലാൻ നീ കേട്ടോളൂ, ആ കാര്യം ചൊല്ലാൻ നീ കേട്ടോളൂ. പോരും വഴിക്കച്ഛൻ നിൻ്റെ പെണ്ണിനെ പൊക്കിയെടുത്തിട്ട് തേരിലിട്ട്, ആ പൊക്കിയെടുത്തിട്ട് തേരിലിട്ട്. പോരും വഴിക്കച്ഛൻ നിന്നോടെ പെണ്ണിനെ പൊക്കി എൻ്റെ അച്ഛൻ തേരിലിട്ടു, പൊക്കി എൻ്റെ അച്ഛൻ തേരിലിട്ടു. അപ്പോൾ ഇതാണ് എതിരുകളിയുടെ എതിരുകളുടെ പാട്ടെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. ഇപ്പോൾ അത് മൊത്തം നമുക്ക് ഇപ്പം പാടാൻ പറ്റില്ല. പിന്നെ എതിരുകളി എപ്പോഴാണ് ഓണക്കളിയായത്? പിന്നെ എതിരുകളി ഏകദേശം ഒരു 69 തൊട്ടാണ് നവീന രീതിയിലുള്ള ഓണക്കളിയായിട്ട് മാറുന്നത്. അത് ഈ ഓണക്കളി എന്നുള്ള പേര് അത് ഓണക്കളി എന്ന് വെച്ചാൽ ഓണത്തിന് മാത്രം ഉത്ഭവിക്കുന്ന ഒരു കളിയായതുകൊണ്ടാണ് ഇതിന് ഓണക്കളി എന്ന് നാട്ടിൻപുറങ്ങളിൽ പറയണത്. പിന്നീട് അത് നവീന രീതിയിൽ കൈകൊട്ടിക്കളിയായി മാറിയാണ്. എന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാർക്ക് ഈ ഓണത്തിന് മാത്രം ഒരു ഭയങ്കര എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഗ്രാമപ്രദേശമായതുകൊണ്ടാണ് നാനാജാതി പദക്കാരും അവിടെ കളിച്ചിരുന്ന വെച്ചാണ്. 1969 രാംപിള്ള ആശാൻ്റെ കീഴിലാണ് ഇപ്പോൾ അന്നവിടുത്തെ ചെറുപ്പക്കാരായ ത്യാഗരാജൻ ചേട്ടൻ, പുഷ്കരൻ ചേട്ടൻ, അങ്ങനെ അവരുടെ പ്രായക്കാർ കുറേ പേര് കൂടി രാംപിള്ള ആശാൻ്റെ അടുത്ത് നിന്ന് അവിടെ ഇടവനക്കാട് അണിയല ഭാഗത്താണ് ഇവരൊത്തുചേർന്ന് ഓണക്കളിയായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ 69 കാലഘട്ടങ്ങളാണ്. അത് ഏകദേശം ഒരു 80 കാലഘട്ടമായപ്പോഴേക്കും അത് ഒത്തിരി കൂടി വിപുലീകരിച്ച് ഭയങ്കര ഒരു സെറ്റപ്പായി. അത് ഡിസൈൻ കളിയിലോട്ട് മാറി. ഡിസൈൻ കളി എന്ന് വെച്ചാൽ നമ്മളൊരു ആശയം, ഇപ്പോൾ നമ്മുടെ പുരാണമായാലും അല്ലെങ്കിൽ നമ്മളുടെ ആനുകാലിക പ്രശ്നങ്ങളായാലും അതിൻ്റെ ഒരു തീമാക്കിയിട്ട് ആ തീമിനെ നമ്മൾക്ക് ഒരു 20 പേരടങ്ങുന്ന സംഘമാണ്. ഇത് ഒരു സംഘത്തിൽ 20 പേരുണ്ടാവും. അപ്പോൾ ഈ സംഘത്തിൽ ഒരാൾ നിന്ന് പാട്ട് പാടും. നിന്ന് പാട്ടെന്ന് വെച്ചാൽ കളിച്ച് തന്നെയാണ് പോണത്. പാട്ട് ആ തലപ്പാട്ട് എന്നാണ് പറയണത്. ഈ ഓണക്കളുടെ തലപ്പാട്ട് പാടിയിട്ട് ഒരു 4 വരി 5 വരി കഴിയുമ്പോൾ ആ പാട്ടിൻ്റെ ഈ എഴുതിയേക്കണ രചയിതാവ് അതിൻ്റെ ഒരു എംബ്ലവും കൂടി സെറ്റ് ചെയ്യേണ്ട രീതിക്കാണ് പാട്ട് എഴുതുള്ളൂ. ഏത് ഓണക്കളി ആയാലും അവിടെ ഇഷ്ടംപോലെ എഴുത്തുകാരുണ്ട്. അപ്പോൾ അതിൻ്റെ തീം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു നടുഭാഗം ആകുമ്പോഴേക്കും ഏകദേശം ഒരു പാട്ടിൻ്റെ വരിയൊക്കെ 12 വരി 14 വരിയൊക്കെ ഉണ്ടാവും ഒരു പാട്ട്. അതിൻ്റെ ഒരു 6 വരിയൊക്കെ ആകുമ്പോൾ ഒരു തീം കൊണ്ടുവന്നിട്ട് അതായത് നമുക്കിപ്പോൾ ഒരു മഹാഭാരതമുണ്ട്. ഇപ്പം പടനിലം തന്നിൽ പട വരവ് കണ്ട ഭീമന്നു, ഇത് നിസരിക്കാരുടെ പാട്ടായിരുന്നത്. അവരാണ് കളിച്ച് എനിക്കറിയുന്നുള്ളത്. ഇപ്പം വേറെ നിസരി എന്ന് പറയുന്ന ഒരു സംഘമാണ് അവിടുത്തെ വൈപ്പിങ്കരയിലെ. ഈ പാട്ട് തന്നെ എൻ്റെ ചേട്ടനൊക്കെ രശ്മി എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ചെടവനക്കാട് ഈ 80 കാലഘട്ടങ്ങളിലൊക്കെ. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഇതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നത്. ചേട്ടനാണ് ഈ പാട്ട് പാടിയിരുന്നത്. എൻ്റെ ചേട്ടൻ പ്രകാശം എന്ന് പറയും, പുള്ളിക്കാരാണ് ഈ പാട്ട് പാടിയിരുന്നത്. പിന്നെ അത് രശ്മി, പിന്നെ ചെറുപുഷ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ നെടുങ്ങാട് സ്വപ്ന ഉണ്ടായിരുന്നു. സ്വപ്നയുടെ ആശാൻ എന്ന് പറയുന്നത് നമ്മുടെ ദാസനാശാൻ എന്ന് പറയും. പുള്ളിക്കാരൻ വൈപ്പിങ്കരയിലല്ലാതെ പുറത്ത് ഇപ്പോൾ ഏഴിക്കരയിൽ ഉഷസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ശക്തി കുമ്പളം നേരത്തെ ഒരു ഏകദേശം ആ സംഘങ്ങളുടെ പുള്ളിക്കാരൻ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു BSA എന്ന് പറയുന്നൊരു സംഘം ഉണ്ടായി. പിന്നെ രംഗം പുതുവയ്പ്പ് അവിടെ നിന്ന് കിടുമ്പോൾ സഹോദര
അങ്ങനെ ഒത്തിരി സങ്കടം. ഇവരിപ്പോൾ എല്ലാവരും മത്സരങ്ങളായിരുന്നു. മത്സരങ്ങൾ 80 മത്സരം ഭയങ്കര മത്സരങ്ങളായിരുന്നു. 80, 90 ആ കാലഘട്ടം വരെ ഭയങ്കര ഇതായിരുന്നു. അതായത് ചില സമയത്ത് ഇവരെല്ലാം ആ ഒരു വീട്ടിൽ തന്നെ 2 ദിവസമൊക്കെ പ്രാക്ടീസിന് വേണ്ടി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞത്. അതായത് അത്രക്ക് സ്പിരിറ്റായിരുന്നു കളി. ചിങ്ങമാസത്തിന് മുമ്പേ തുടങ്ങുന്നത്. 40 ദിവസം പ്രാക്ടീസ് ഉണ്ട് അവർക്കെല്ലാം. അങ്ങനെ സെറ്റായിട്ട് വെള്ളയും ഷർട്ടും മുണ്ടും കൊടുത്താണ് ഒരു കൈകൊട്ടിക്കളി നടത്തുന്നത്. ഈ കൈകൊട്ടിക്കളി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ത്രീകളാണ് ചെയ്യുന്നത്. പക്ഷേ സ്ത്രീകളുണ്ടായിരുന്നു ഈ ഓണക്കളിയിൽ? അന്ന് ഈ ചെറുപുഷ്പം എന്ന് പറഞ്ഞ ടീമിൽ സ്ത്രീകളെന്നുണ്ടായിരുന്നു വെച്ച്. എൻ്റെ പെങ്ങളൊക്കെ അതിനകത്ത് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രൈജു എന്ന് പറയും. എൻ്റെ പെങ്ങള് അതിനകത്ത് ഒരു അംഗവും കൂടിയായിരുന്നു. അപ്പോൾ പക്ഷേ എന്നാലും അത് സ്ത്രീ, അതായത് 80 കാലഘട്ടങ്ങളിൽ 90 വരെ സ്ത്രീകൾ കുറവായിരുന്നു ഈ കളിക്ക്. അന്ന് വെച്ചാൽ അന്ന് പുരുഷാധിപത്യം കൂടുതലായിട്ടെന്ന് വെച്ചാൽ ഒരു കളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ടാകും കളി. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഉണ്ടാകും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ന് വെച്ചാൽ ആ ഒരു ബിൽഡപ്പ് എന്ന് വെച്ചാൽ ആ ഒരു എനർജി തന്നെ നിൽക്കും. പാടിക്കളിക്കണം. നമ്മുടെ വടക്കോട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ പാടിക്കളിയല്ല ശരിക്കും. അവിടെ 3 പേര് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ 3 പേര് നിന്നിട്ടാണ് പാടുന്നത്. 3 പേര് നിന്ന് ബാക്കിയുള്ളവർ കളിക്കും. അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ വൈപ്പിൻകരയിൽ അങ്ങനെയല്ല. വൈപ്പിൻകരയിൽ പാടുന്ന ആളും കളിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഭയങ്കര ബ്രീത്തിങ് പ്രശ്നമാണ്. ഇത്രയും നമ്മൾ ബ്രീത്ത് എടുത്താലും മാത്രമേ നമുക്കിത് പാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കാൽച്ചോടും വേണം, കൈച്ചോടും വേണം, കൈത്താളവും വേണം. നല്ലൊരു എക്സസൈസാണ്. പിന്നെന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ശരിക്കും അതൊരു എന്തായാലും ഒരു സുവർണ്ണ അവസരം ഓർന്ന് ശരിക്കും എല്ലാവരും. എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ചേട്ടനൊക്കെ പറയുന്നു. എന്ന് വെച്ചാൽ അന്ന് ഇവരൊക്കെ ഒരു ഭയങ്കര ക്രേസായിരുന്നു ഇരിക്കൊക്കെ ഓണക്കളി. ഈ ഓണം വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കെന്നാ കാലഘട്ടത്തിനായിട്ട് ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ. യാൻഡ്രസ് തീരം പാടിയുണർത്തിയ അല്ലിത്താമര മലരേ, യാൻഡ്രസ് തീരം പാടിയുണർത്തിയ അല്ലിത്താമര മലരേ, നിന്റെ ദളപുട ശോഭയാലയൊരുക്കി ലല്ലല്ല നീയൊരുക്കി നീലവിഹായസിൽ ചുവന്ന സൂര്യൻ. മാനവർ ഞങ്ങളുണർന്നു. യാൻഡ്രസ് തീരം പാടിയുണർത്തിയ അല്ലിത്താമര മലരേ. എബി ഏത് സംഘത്തിലായിരുന്നു? ഞാൻ ആക്ച്വലി ഏകദേശം 1996 മുതൽ തപസ്യ എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടായിരുന്നു ചേട്ടാ. എടവനക്കാടാണ് അതിൻ്റെ ഉത്ഭവനം. ശരിക്കും പറഞ്ഞാൽ ചെറായിലാണ്. അതിൻ്റെ ആശാൻ മുരളി, പിന്നെ സാബു ചേട്ടൻ, പിന്നെ അതിൻ്റെ സപ്പോർട്ടർ ഒരു ബാബു PS, പിന്നെ ഞങ്ങളുടെ അടുത്ത് കുറേ ചെറുപ്പക്കാർ, എൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ട്, കൃഷ്ണകുമാർ. ഞങ്ങളുടെ അടുത്ത് കുറേ ചെറുപ്പക്കാരുമുണ്ട്. എൻ്റെ അളിയൻ ബിനു. ആ കളി അവിടെയാണ് ശരിക്കും ഇവർ 2ാമത്തെ കൊല്ലം ഇറങ്ങുമ്പോഴാണ് ഞാൻ ഇവരുടെ ട്രൂപ്പിലൂടെ. പക്ഷെ അന്ന് ഞാൻ കളിക്കൂല. ഞാൻ ഇവരുടെ ട്രൂപ്പിൻ്റെ കൂടെ, നമ്മുടെ കൂട്ടുകാരനൊക്കെ ഉള്ളതുകൊണ്ട് ട്രൂപ്പിൻ്റെ കൂടെ പോകും. ഏകദേശം 2000-ലാണ് ഞാൻ ഈ കളി. 2004, 2003 ഈ കൊച്ചിൻ മാവേലിയേഴ്സിലാണ് ഞാൻ കളിച്ചിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2016, 2017 വരെയൊക്കെ ടീമിൽ കളിച്ചിരുന്ന വെച്ചാണ്. അങ്ങനെ ഇടയ്ക്ക് 2 വർഷം മാറുന്നെങ്കിലും പിന്നെ ഒരു കുറച്ച് നാൾ, അത്രയധികം നാൾ കളിച്ചിരുന്ന ചേച്ചി. അങ്ങനെ അവിടെ വരുന്നപ്പോഴാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അരങ്ങേറ്റം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അരങ്ങേറ്റം ചെയ്യണം. അപ്പം അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോയത് മുളുവാട് ഒരു മത്സരക്കളി ഉണ്ടായിരുന്നു ചേച്ചി. അവിടെയാണ് മത്സരക്കളി കളിക്കാൻ പോയത്. അന്നിപ്പോൾ ഞങ്ങൾക്കൊരു ബെസ്റ്റ് ടീം എന്നുള്ളൊരു അതിൻ്റെ ഒരു ട്രോഫിയൊക്കെ കിട്ടിയായിരുന്നു. അന്ന് ഭയങ്കര ശക്തിയുമ്പോഴും സകല ആൾക്കാരൊക്കെ ഉണ്ടായി അവിടെ. ഇഷ്ടംപോലെ രംഗം, പുതുവൈപ്പ്. അതൊരു കാലമായിരുന്നു സത്യം. അത് നമുക്കൊരു മറക്കാൻ പറ്റൂല. അത് എബിയുടെ മുഖത്തുണ്ടത്, ആ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോയി. അതെ, തീർച്ചയായും. പിന്നെ എപ്പോഴാണ് ഈ ഓണക്കളി അപ്രത്യക്ഷമായത്? ഏകദേശം ഈ കൊറോണക്ക് മുമ്പെന്ന് വെച്ചാൽ അതുവരെ ഞങ്ങൾ കളിച്ചെന്ന് വെച്ചാണ്. ഇപ്പോൾ കൊറോണക്ക് മുമ്പൊക്കെ വരെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്ന വെച്ചാൽ പിന്നെ ആൾക്കാർക്ക് മൊബൈൽ വന്ന് പിന്നെ പക്ഷെ എന്തായാലും കഴിഞ്ഞ വർഷം കൊച്ചിൻ മാവേലിയേഴ്സ് കളിച്ചായിരുന്നു. അതിനകത്ത് കുറച്ച് കളി മാത്രമൊക്കെ കളിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ വൈകിയാണ് തുടങ്ങിയത്. എന്നോട് വിളിച്ചപ്പോൾ എനിക്ക് തിരക്കാരൻ, എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പം എൻ്റെ സമിതിയുടെ ആദർശ അണിയിലാണ് ഞങ്ങളുടെ പാട്ടൊക്കെ എഴുതുന്നത്.
എന്നാൽ നമുക്കൊരു ഓണപ്പാട്ട് കേട്ടാലോ? ആ, തീർച്ചയായും. മാമലനാട് മരതകനാട് മലയാളമുണരണ കണ്ടോ, മാമലനാട്ടിൽ പൂവിളി കേട്ടോ, പൊൻചിങ്ങം വന്നു പിറന്നല്ലോ. അത്തിയും ചെത്തിയും ചെമ്പകപ്പൂവും മന്ദാരം പൂത്തു വിരിഞ്ഞല്ലോ, അത്തിയും ചെത്തിയും ചെമ്പകപ്പൂവും മന്ദാരം പൂത്തു വിരിഞ്ഞല്ലോ. അത്തം മുതൽ മുറ്റത്ത് 10 ദിനത്തിൽ പൊന്നോണക്കളമൊരുക്കാൻ നീയും വാ പൊന്നോണ വയൽ കിളിയേ. അത്തം മുതൽ മുറ്റത്ത് 10 ദിനത്തിൽ പൊന്നോണക്കളമൊരുക്കാൻ നീയും വാ പൊന്നോണ വയൽ കിളിയേ. മാവേലി മന്നവനെ വരവേൽക്കാനായി മാമലനാട് തളിർത്തു നിന്നു, മാലോകരെല്ലാം ഒരുങ്ങി നിന്നു. മാവേലി മന്നവനെ വരവേൽക്കാനായി മാമലനാട് തളിർത്തു നിന്നു, മാലോകരെല്ലാം ഒരുങ്ങി നിന്നു. തുമ്പപ്പൂ മുക്കൂറ്റിക്കുരുത്തോല ചേർത്തിന്ന് തിരുവോണത്തിന് കളമൊരുക്കി, തുമ്പപ്പൂ മുക്കൂറ്റിക്കുരുത്തോല ചേർത്തിന്ന് തിരുവോണത്തിന് കളമൊരുക്കി. തിരുവോണനാളിൽ തമ്പുരാനുമെഴുന്നള്ളി മാമലനാടിന്നു ഉത്സവമായി, തിരുവോണനാളിൽ തമ്പുരാനുമെഴുന്നള്ളി മാമലനാടിന്ന് ഉത്സവമായി. പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൊലി 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 പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൊലി 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 പൂവേ. ഈ എതിരുപാട്ടും ഓണക്കളിപ്പാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെന്ന് വെച്ചാൽ ഈ എതിരുപാട്ടെന്ന് വെച്ചാൽ ഏകദേശം ലങ്കാവർണ്ണ വർണ്ണിച്ചാൽ അതിൻ്റെ അറ്റം വരെ അത് 3 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഈ സാധനം പോകും. അതപ്പോ ഈ രാവണപക്ഷം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നേക്ക് അവിടുത്തെ ആനുകാലിക പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയും. അവിടെ നാട്ടിൽ എന്താണ് പ്രശ്നവും, പാടുന്ന ആൾക്കുള്ള പ്രശ്നവും, അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നവും, അപ്പൊ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് ഈ എതിരുപാട്ട്. അങ്ങനെ പറയുമ്പോൾ ഏകദേശം ഈ സമയവും 5-6 മണിക്കൂർ 3 മണിക്കൂർ 4 അങ്ങനെ 10 മണിക്കൂർ വരെ പോകും അത്. പക്ഷെ കൈകൊട്ടിക്കളി ഓണക്കളി എന്ന് വെച്ചാൽ നമുക്കൊരു തീം, അതൊരു ഓണം ഉണ്ട് അതിനകത്ത്. മറ്റേതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു എന്താണ് പറയുക, ഇവരുടെയൊക്കെ ഒരു സന്തോഷം വരുന്നത് ഈ എതിരുപാട്ടെന്ന് വെച്ചാൽ. അതായത് സ്വന്തം കൂട്ടുകാരനാണ് അപ്പുറം ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഈ എതിരാട്ട് പാടാൻ രാവണപക്ഷം പാടാൻ കൂട്ടുകാരനാണ് നിൽക്കുന്നത്. പക്ഷെ അന്നേരത്ത് അവരുടെ ഒരു സന്തോഷം വരുന്നത്. ഇതിൽ 2 പക്ഷിയില്ല അല്ലേ ഓണക്കളി എന്ന് വെച്ചാൽ ഒറ്റ റിങ്ങാട്ട് ആണ്. അത് 20 പേര് റിങ്ങാണത്. അതിനകത്ത് പക്ഷമൊന്നുമില്ല, വട്ടത്തിൽ നിന്നാണ് കളിക്കുന്നത്. കൈകൊട്ടിക്കളി പോലെ. കൈകൊട്ടി അതാണ് ഓണക്കളി എന്ന് പറയുന്നത്. ഓണക്കളി എന്ന് വെച്ചാൽ ശരിക്കും പണ്ടത്തെ നാട്ടിൻമുറങ്ങളിൽ പറഞ്ഞിരുന്ന വെച്ചാൽ വൈപ്പിങ്കരയിൽ പറഞ്ഞിരുന്ന വെച്ചാൽ എനിക്ക് അപ്പുറത്തോട്ട് എനിക്ക് എങ്ങനെയൊന്നും അറിയില്ല. ഞങ്ങളുടെ വൈപ്പിങ്കര പറഞ്ഞ ഓണക്കളി എന്നാണ് പറഞ്ഞാൽ അറിയുള്ളൂ. എന്ന് വെച്ചാൽ നാട്ടുശൈലിയാണത്. പിന്നെ അത് നവീന രീതിയിലുള്ള കൈകൊട്ടിക്കളി അങ്ങനെ അങ്ങോട്ട് പോകും. എന്ന് വെച്ചാൽ നവീന രീതി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബിൽഡപ്പായി. അന്ന് വെച്ചാൽ നമുക്കൊരു തീം, ഇപ്പോൾ ചിലന്തിയുടെ തീമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ചിലന്തി വല, അതുപോലെ തന്നെ നമ്മളുടെ മറ്റേ ഇത് ചീനവല, പിന്നെ നാറാണത്ത് ഭ്രാന്തൻ, പിന്നെ കൃഷ്ണൻ്റെ പാട്ട്, പിന്നെ ഈ ചന്ദ്രയാൻ. കൊച്ചിമാവലീസൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്ന മൂസ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. മൂസ എന്ന് പറയുന്ന ഷിജു എന്നാണ് പേര്. നമ്മുടെ ഒരു എന്താ പറയുക, എന്നെ ഇതിനകത്തോട്ട് കാൽ വെച്ച് പഠിപ്പിച്ചത് ഈ നമ്മുടെ കൂട്ടുകാരൻ ഷിജു എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ്. ആ പുള്ളിക്കാരൻ നല്ലൊരു വിഷനുള്ള ആളാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളുടെ അവിടുത്തെ കൂട്ടുകാരൻ മിറാഷ് ഉണ്ട്. ഇപ്പോൾ ഇവരൊരു പെണ്ണുങ്ങളുടെ സംഘം കൊണ്ടുകൊണ്ട് കിടക്കുന്നുണ്ട്, ഹരിചന്ദനം. ഞങ്ങൾ 2014 2014 ചക്കുമശ്ശേരിയിലൊരു മത്സരം കളിക്കാൻ പോയിരുന്നു. അത് ഞങ്ങളിപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് ആ കളി ശരിക്കും. ഓണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 16 പേരിൽ 20 പേര് കളിച്ചിരുന്ന വെച്ചാണ്. അപ്പോൾ 4 പേർക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ്
അങ്ങനെ 16 പേരിൽ ഞങ്ങൾ ടൈറ്റ് ഏകദേശം ഒരു 40 മിനിറ്റോളം നിൽക്കാണ്ട് പാട്ട് പാടി കളിക്കണം. അങ്ങനെ ടൈറ്റായിട്ട് ഞങ്ങൾ കളിച്ച് സെറ്റ് ചെയ്ത് ടൈമിട്ട് സെറ്റ് ചെയ്ത് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് എന്ന് വെച്ചാൽ നമുക്കൊരു ഭയങ്കര എന്താ പറയുക, അതൊരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു. വെച്ചാൽ നമ്മൾ ടൈറ്റ് മത്സരം ഇവിടെയൊക്കെ വന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടുക. അത് ഈ പറഞ്ഞ ഓരോ മത്സരത്തിലും ഫസ്റ്റും സെക്കൻഡൊക്കെ ഇപ്പോൾ അത് നമ്മൾ മത്സരമാണ്. ഫസ്റ്റാകും, സെക്കൻഡാകും, തേർഡാകും. പക്ഷെ അതൊരു വാശിയും കൂടിയായിരുന്നത്. നല്ലൊരു ഓർമ്മയാണത്. അതെ, തീർച്ചയായും. എന്ന് വെച്ചാൽ അത് ഒരാളും പറഞ്ഞു അന്നേരത്ത് സ്നേഹചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ജഡ്ജിയാണെന്ന് ഇരുന്നേച്ചത് അവിടെ. അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ പാട്ട് ഞങ്ങൾ കളിച്ചെന്നാണ് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാട്ടായിരുന്നാണ് പറഞ്ഞത്. മറ്റോർമ്മകളൊക്കെ എന്തൊക്കെയാണ്? മറ്റോർമ്മ എന്ന് വെച്ചാൽ അത് പിന്നെ ഞങ്ങളുടെ ടീം ഗോവയിലൊക്കെ പോയി കളിച്ചിട്ടുണ്ട്. ഗോവയിൽ എനിക്കൊന്ന് പോകാൻ പറ്റില്ല, ചേട്ടത്തി മരിച്ചിരിക്കുന്ന വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഗോവയിൽ പോയി ആ ടൈമിലൊക്കെ ഈ 2012 ഗോവയിൽ പോയി കളിച്ചിട്ടുണ്ട്. പിന്നെ ഡൽഹിയിൽ കളിയൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ ഇതൊരു സംഘം കൂടിയാണ് പോണത്. വണ്ടിയിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി സന്തോഷം. ഞങ്ങൾ ഏകദേശം ഒരു ആ ടൈമിലൊക്കെ 5 കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. 4 കളിയൊക്കെ ഒരു ദിവസം കളിച്ചിട്ടുണ്ട്. അന്ന് വെച്ചാൽ 3 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് 1.5 മണിക്കൂർ കുറച്ച് 1.5 മണിക്കൂറാക്കിയിട്ട് 10 ലാസ്റ്റത്തെ കളി കഴിക്കുമ്പോൾ ഏകദേശം അവശതയിൽ പോയിട്ടുണ്ടാവും. അത്രയും എന്ന് വെച്ചാൽ അത്രയും അന്ന് ഇതായിരുന്നു. അത്രയും നല്ല കത്തി നിൽക്കുന്ന സമയമായിരുന്നത്. നമുക്കെന്നാ ഒരു പാട്ട് കേട്ടോ. ഓക്കെ. പാടം പൂത്തടി പെണ്ണേ, പെൺമലർ പൂങ്കിളിയേ, പെണ്ണാളെ നിറകതിർ കതിരഴകേ. പാടം പൂത്തടി പെണ്ണേ, പെൺമലർ പൂങ്കിളിയേ, പെണ്ണാളെ നിറകതിർ കതിരഴകേ. ഇക്കാണുന്നൻ മണിയെല്ലാം കൊയ്തു മെതിച്ചിടുന്നാളെ, ഇക്കാണുന്നൻ മണിയെല്ലാം കൊയ്തു മെതിച്ചിടുന്നാളെ. പാടത്തിൻ കാവൽ നിൽക്കാതെ നിൻചാരയിരിക്കണം പെണ്ണേ, പാടത്തിൻ കാവൽ നിൽക്കാതെ നിൻചാരയിരിക്കണം പെണ്ണേ. ഒരു കയ്യിൽ കഞ്ഞി മോന്തണം പെണ്ണാളെ, നിന്നരികിൽ ചേർന്നിരിക്കണം. ഒരു കയ്യിൽ കഞ്ഞി മോന്തണം പെണ്ണാളെ, നിന്നരികിൽ ചേർന്നിരിക്കണം. പാടം പൂത്തടി പെണ്ണേ, പെൺമലർ പൂങ്കിളിയേ, പെണ്ണാളെ നിറകതിർ കതിരഴകേ. ചക്രം ചവിട്ടണ നേരം തെയ്യാരോ തെയ്യാരോ, തെയ്യാരോ തെയ്യാരോ തെയ്യാരോ. കർക്കിടകം പെയ്യണ രാവിൽ പെയ്ത്ത് വെള്ളം കേറണ കണ്ടേ, കർക്കിടകം പെയ്യണ രാവിൽ പെയ്ത്ത് വെള്ളം കേറണ കണ്ടേ. ചക്രത്തിൻ വേഗം കൂടേണം കാർമഹത് ഏറുന്ന കണ്ടേ, ചക്രത്തിൻ വേഗം കൂടേണം കാർമഹത് ഏറുന്ന കണ്ടേ. പുലയൻ്റെ ചങ്കു നീറണ് നല്ലമ്മേ, പുലക്കിളി കണ്ണു പെയ്യണ്. പുലയൻ്റെ ചങ്ക് നീറണ് നല്ലമ്മേ, പുലക്കിളി കണ്ണു പെയ്യണ്. പാടം പൂത്തടി പെണ്ണേ, പെൺമലർ പൂങ്കിളിയേ, പെണ്ണാളെ നിറകതിർ കതിരഴകേ. മടമുറിഞ്ഞ പാടത്ത് ഏറ്റുവെള്ളം കേറണ്, മടമുറിഞ്ഞ പാടത്ത് ഏറ്റുവെള്ളം കേറണ്. നെല്ലണിഞ്ഞ നേരത്ത് മഴ കുത്തി പെയ്യണ്, നെല്ലണിഞ്ഞ നേരത്ത് മഴ കുത്തി പെയ്യണ്. തമ്പ്രാൻ വരമ്പിലി കൽപ്പിച്ചു ചൊല്ലണ്, മടകെട്ടേണം വേഗം വിളകാക്കേണം, മടകെട്ടേണം വേഗം വിളകാക്കേണം. ഈ ഒരു ഓണക്കളിയിൽ എന്തൊക്കെ വാദ്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക? അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വാദ്യമല്ല ശരിക്കും, അതായത് കാൽച്ചോട്, കാൽത്താളത്തിന്റെ ശബ്ദം. കാൽത്താളത്തിന്റെ ശബ്ദം. അത് ചവിട്ടെന്ന് വെച്ചാൽ ഇത് നല്ല ഈ മൈക്കിലൂടെ കേൾക്കുമ്പോൾ ഭയങ്കര ധിം 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 കേൾക്കും. ചവിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ആ ചവിട്ട് തന്നെ ഭയങ്കര. പിന്നെ കൈത്താളം, കൈത്താളം എന്ന് വെച്ചാൽ കാലിനൊപ്പം തന്നെ കൈത്താളം പോകണം, കാലിനൊപ്പം തന്നെ കൈത്താളം പോകണം. ഇപ്പോൾ ഓടുവഞ്ചിയുണ്ട്, അതുപോലെ തന്നെ എമ്പളത്തിലോട്ടൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട്, അതായത് അവിടെ നിന്ന് തന്നെ കറക്റ്റായിട്ട് എമ്പളത്തിലോട്ട് പോകണം. എന്താണെന്നറിയില്ല, നമ്മൾ സസ്പെൻസാണല്ല കൊടുക്കുന്നത്. നമ്മൾ കാണുന്ന ജനങ്ങൾക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്കും നമ്മൾ സസ്പെൻസാണ് കൊടുക്കുന്നത്. എന്താണ് സംഭവം, തീം അവർക്ക് മനസ്സിലാവരുതും.
ഒരു റൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു നമ്മൾ എമ്പളത്തിലോട്ട് പോകണേണ്. അപ്പോൾ ആണ് ഈ സംഭവം ഇങ്ങനെയാണ്. അപ്പം പാമ്പായിട്ട് വന്ന സംഭവമൊക്കെ ഉണ്ട്. പിന്നെ വട്ടത്തിൽ മാത്രമല്ല, വട്ടത്തിൽ മാത്രമല്ല, പിന്നെ രഥോട്ട് പോകുന്നുണ്ട്. പിന്നെ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ രഥം നാരായണത്ത് ഭ്രാന്തൻ്റെ മല ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരാളിങ്ങനെ ശരിക്കും അവിടെ നിന്ന് നാരായണത്ത് ഭ്രാന്തൻ മുകളിൽ കയറിയിട്ട് കല്ലുരുട്ടുന്ന പരിപാടി ആ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോ ബാക്കില് ഇതൊക്കെ വേണം അല്ലേ? അല്ല, ബാക്കിൽ എന്ന് വെച്ചാൽ അത് മനുഷ്യര് തന്നെ, നമ്മൾ നമ്മൾ തന്നെയാണ് ചെയ്യണം. അല്ലാതെ അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ സെറ്റ് ഉണ്ടാക്കുകയല്ല, സെറ്റ് അങ്ങനൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ഏകദേശം ഒരു 20 പേര് കളിക്കാനുള്ള നമുക്കൊരു റൗണ്ട് ഒപ്പിച്ച് കറക്റ്റായിട്ട് തരണം. അതാണ് ഒരു ഇതുള്ളത്. അതിൻ്റെ അകത്തോട്ട് വേറെ ആർക്കും കയറാനും പാടില്ലേ. നമ്മൾ കളി തുടങ്ങുമ്പോഴേ 20 പേരടങ്ങുന്ന ടീമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വേറെ ഒരു ചുറ്റു വിളച്ച് കെട്ടിയേക്കണം. പിന്നെ വാദ്യോപകരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പാടി കളിക്കുക. പാട്ടിലൂടെയാണ് ഈ ഓണക്കളിയെ കൊണ്ടുകൊണ്ട് കിടക്കുന്നത്. നമ്മുടെ ശബ്ദം, കൈത്താളം, ഇതാണ് മെയിനായിട്ടുള്ള കളി. ഇപ്പോഴത്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ അതിനകത്ത് കുറേ വാദ്യോപകരണങ്ങളും പിന്നെ അവർക്കും മറ്റേ ഭദ്രകാളി പിന്നെ മറ്റേ മാനും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർ ആ ഒരു എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർ. പക്ഷെ അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ കളിക്കുകയാണെങ്കിൽ ഒറ്റ ശൈലിയിൽ തന്നെ ഇരിക്കും, ഒറ്റ ശൈലിയിൽ തന്നെ നിൽക്കും, ഒറ്റ ശൈലിയിൽ തന്നെ തിരിയും. അപ്പോൾ ഒരു ആ യൂണിഫോമിറ്റി നല്ലൊരു കാണുമ്പോൾ ഒരു ഭയങ്കര ഗൃഹാതുരത്വം നമുക്കവിടെ ഉള്ളിലൂടെ നമുക്ക് വരുന്നുണ്ട്. എൻ്റെ അച്ഛനൊക്കെ ശരിക്കും അമ്മിച്ചയൊക്കെ ഒന്ന് എന്നെ ഇത് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ അത്ര നാളെ ഞാൻ ഓണം കളിക്കുകയാണെങ്കിൽ ഞാൻ കളിച്ചിരുന്ന വെച്ചാൽ എൻ്റെ ആദ്യമായിട്ട് കളി വന്നപ്പോഴേക്കും അമ്മിച്ച വന്നിട്ട് എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ച്. എഴുതുന്നത് അവിടെയുള്ള കലാകാരന്മാരെല്ലാം തന്നെയാണ്. അതെ, തീർച്ചയായും. ഇപ്പോൾ നമ്മുടെ സ്വപ്ന നെടുങ്ങാട് എന്ന് പറഞ്ഞ ടീമിന് ദാസനാശം തന്നെയാണ് എഴുതുന്നത്. ദാസനാശം നെടുങ്ങാട്ടുകാരനാണ്. പിന്നെ ഈ ഞങ്ങളുടെ കൊച്ചു മാവേലിയേഴ്സിന് പാട്ട് എഴുതുന്നത് ആദർശ് അണിയലാണ്, ഞങ്ങളുടെ അണിയലക്കാരനാണ്. പിന്നെ ഈ നിസരിക്ക് ഈ പാട്ട് എഴുതിയിരുന്ന വെച്ചാൽ നമ്മുടെ വിൽസൺ ചേട്ടനായിരുന്നു. വിൽസൺ ചേട്ടന് പിന്നെ പൗളി വിൽസന്റെ ഭർത്താവ്, പിന്നെ സുധീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി എഴുതിയിരുന്ന വെച്ചാൽ പറയണത്. അപ്പോൾ ഈ പുതിയ ആളുകളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ? പുതിയ ചെറുപ്പക്കാരിപ്പോൾ കഴിഞ്ഞ ഒരു 2015 മുതൽ ചെറിയ രീതിയിൽ മാത്രം 1-2 പേരാ 4 പേരാ വരുന്നുണ്ട്. പിന്നെ പണ്ടൊക്കെ പക്ഷെ ഇപ്പം എല്ലായിടത്തും ശരിക്കും ഫ്ലോപ്പായിട്ടൊക്കെയാണ് ഇത്. ടെക്നോളജി വളർന്നതോടുകൂടി ആൾക്കാർക്ക് മൊത്തം തിരക്കും. അതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, റിഗേഴ്സലിലൊക്കെ വരണം. എന്ന് വെച്ചാൽ ഇതിന്റെ റിഗേഴ്സൽ എന്ന് വെച്ചാൽ വൈകിട്ട് നടക്കുള്ളൂ. ഏകദേശം 7 മണിയാകുമ്പോഴേ 6 മണി തൊട്ട് പണി കഴിഞ്ഞ് 6 മണി തൊട്ട് വിളിക്കുമെങ്കിൽ 7 മണിയാകുമ്പോഴേ തുടങ്ങുള്ളൂ. ഈ 7 മണി മുതൽ 11 മണി വരെയും ചിലപ്പോൾ കളിക്കേണ്ടി വരും, ചിലപ്പോൾ 12 മണി വരെയും കളിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഒരു പാട്ട് തന്നെ ഏകദേശം ഒരു ദിവസം 10 പ്രാവശ്യം കളിക്കണം, 10-20 പ്രാവശ്യം കളിക്കേണ്ടി വരും ഒരു പാട്ട് തന്നെ ഒരു ദിവസം. എന്ന് വെച്ചാൽ അത് ടേക്ക് വരുന്ന അങ്ങനെയാണ്. ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമ്മൾ റീടേക്ക് ആയിട്ട് വരേണ്ടി വരും. അപ്പം അങ്ങനെ പിന്നെ ഓരോരുത്തർ സ്റ്റെപ്പ് ഇട്ടാൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതെന്നിട്ട് കറക്റ്റ് ചെയ്ത് ഏകദേശം ഇത് ഒരു പാട്ട് തന്നെ റെഡിയാക്കി എടുക്കുമ്പോൾ ശരിക്കും ഒരു പാട്ടിനുള്ള കാൽച്ചുവടും കൈച്ചുവടും എംബ്ലവും സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പാട്ടിനായിട്ട് 4 ദിവസം 5 ദിവസം കൊടുക്കും. അപ്പോൾ 20 പേരും ഈ 4 ദിവസം കറക്റ്റായിട്ട് കളിച്ച് സെറ്റായാലും മാത്രമേ അതിനുള്ള വരുള്ളൂ. അങ്ങനെ പാട്ട് കേട്ടാലോ? തീർച്ചയായും. നമ്മുടെ ദാസനാശാൻ പാടിയ പാട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. കടകൊച്ചുണ്ടായ കര ഇത് വെപ്പുകര, വൈപ്പിൻകര എന്നൊരു പേരുണ്ടായ കര. കടകൊച്ചുണ്ടായ കര ഇത് വെപ്പുകര, വൈപ്പിൻകര എന്നൊരു പേരുണ്ടായ കര. കടലും കായലും ചുറ്റി വളഞ്ഞൊരു ചെറുദ്വീപ്, സവിശേഷതയേറെയുള്ളൊരു ചെറുദ്വീപ്. കടലും കായലും ചുറ്റി വളഞ്ഞൊരു ചെറുദ്വീപ്, സവിശേഷതയേറെയുള്ളൊരു ചെറുദ്വീപ്. കൊച്ചി അഴിമുഖവും കൊടുങ്ങല്ലൂർ അഴിമുഖവും ഇക്കരതൻ തെക്കും വടക്കും അതിരുകൾ തീർക്കുന്നു. കേരള ഭൂപടത്തിൽ ഇടം കൊണ്ട ഈ കര, 2 അഴിമുഖമുള്ള വൈപ്പിൻകര. ഞാൻ ദാസനാശാനെ ചെന്നപ്പോൾ അന്നേരം വൈപ്പിങ്കരെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന പാട്ടാണത്. ആ സമയത്ത് എഴുതുന്നതാണ്. അത് ശരിക്കും പറഞ്ഞൊരു എന്താ എൻ്റെ ഭാഗ്യമാണെന്ന് അറിയാൻ പാടില്ല. പള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എഴുതരാന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി തന്ന പാട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാവി എന്താ കാണുന്നത് ഈ ഒരു ഓണക്കളിയുടെ?
ഓണക്കളിയുടെ ഭാവി എന്ന് വെച്ചാൽ നമുക്ക് മൺമറിഞ്ഞ് പോയ കലകളാണുള്ളത്. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ശരിക്കും റെക്കോർഡ് ഡാൻസാണ് കളിക്കുന്നത്. നമ്മ അതിനെ കുറ്റം പറയണമില്ല, നിരസിക്കണമില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഇപ്പോഴത്തെ വൈപ്പിങ്കര തന്നെ എന്തുകൊണ്ട് 30-40 ടീമായിട്ടുണ്ട്, അതിമേലുണ്ടെന്ന് തോന്നുന്നു ഈ ഇത് ഫ്യൂഷൻ. ഇതിൽ നമ്മളുടെ ഒരു വിഷൻ, ഒരു 10 വയസ്സുകാരൻ അന്ന് കണ്ട ഒരു സ്വപ്നം എന്ന് വെച്ചാൽ എതിരുപാട്ട് കണ്ട 10 വയസ്സ് 11 വയസ്സ് കണ്ട സ്വപ്നം ആ എടവനക്കാട് തോട്ടുങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 30-40 വർഷത്തിന് 35 വർഷത്തിന് ശേഷം ഞാൻ പഠിപ്പിച്ച, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി പഠിപ്പിച്ച പിള്ളേരെ കൊണ്ട് അവിടെ കൈകൊട്ടികൾ നടത്താനൊരു അവസരം ഉണ്ടായി. അതിന് ദൈവം എന്താണെന്നറിയാൻ പറ്റില്ല, നമ്മുടെ ഒരു 11 വയസ്സുകാരൻ്റെ ഒരു ഇത് ആ കളിക്കണം സ്വപ്നം, അത് തീർച്ചയായും ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ ഒരു 2-3 മാസത്തോളം അതിനുവേണ്ടി പ്രയത്നിച്ച്. പേര് കൃഷ്ണകുമാർ എന്നാണ്. ഞങ്ങളുടെ 16 പേരടക്കം, എൻ്റെ മകളടക്കം 16 പേരുണ്ടായി. പിള്ളേർ പഠിക്കുന്ന 22 വയസ്സിന് താഴെയുള്ള പിള്ളേരായിരുന്നു എല്ലാവരും. അങ്ങനെ ആ ഒരു സ്വപ്നം. അപ്പോൾ ഈ വർഷം പിള്ളേർക്ക് 2-3 പിള്ളേർ 10-ലായതുകൊണ്ട് അങ്ങനെ ടീം പതുക്കൊന്ന് ബ്രേക്കപ്പ് ചെയ്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം എന്തായാലും ടീം ഉണ്ടാവും. അങ്ങനെ പോകുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇത് മൺമറിഞ്ഞു പോണ കലയല്ല. ആ വാമൊഴിയും കൊണ്ട് പാടണം എന്ന് വെച്ചാൽ നമുക്കൊരു അതിൻ്റെ ബ്രീത്തും കാര്യങ്ങളും ഈ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ പ്രാക്ടീസ് പുറത്തോട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയണ ആ ഒരു തീമും അല്ലെങ്കിൽ അവർ പറയണ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ കളി കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഓരോരുത്തരൊന്ന് ബുക്ക് ചെയ്യണമായിരുന്നു. എന്തായാലും ആവശ്യക്കാരുണ്ട് ഈ ഒരു കളി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട്. തീർച്ചയായും. അപ്പോൾ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതെ, നല്ല രീതിയിൽ ഒരിക്കലും നമ്മൾ ഇതിനെ മൺമറഞ്ഞു പോകാൻ സമ്മതിക്കില്ല. അത് പരിചയമുട്ടെന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനകത്ത് പരിചയമുട്ടിൻ്റെ ഈ അന്നേരത്തുള്ള ഈ പണ്ടത്തെ ആൾക്കാരുടെ ഒരു പരിചയമുട്ട് അന്ന് ഈ കണ്ടനപ്പൂപ്പനാണ് അവിടെ കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത സ്റ്റെപ്പ് അവിടെ കുമാരൻ വല്യച്ഛനുണ്ടായി. പുള്ളിക്കാരുടെ മക്കൾ അംബുജാക്ഷൻ ചേട്ടൻ, കലേശൻ ചേട്ടൻ, പിന്നെ നൗഷൻ ചേട്ടൻ, അങ്ങനെയൊക്കെ ആ പിള്ളേരെ പരിചയമുട്ടൊക്കെ പഠിപ്പിച്ച് അങ്ങനെയും ഭയങ്കര കലാകാരന്മാരാണ്. ഇടവനക്കാടും മൊത്തത്തിൽ കലാകാരന്മാരുടെ സൃഷ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ വൈപ്പിൻ. അപ്പോൾ എന്തായാലും ഈ ഓണക്കളി ഒരിക്കലും മൺമറഞ്ഞു പോകാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും കൊടുക്കാൻ ആളുകൾ മുന്നോട്ടും വരട്ടെ, അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ച് ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ച് എബി ഗോപാലന് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. എന്നെ ഇവിടെ ഇതിൽ ഈ പരിപാടിയിൽ ക്ഷണിച്ച ആകാശവാണി കൊച്ചി നിലയത്തിന് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ട്രൂപ്പിൻ്റെയും നന്ദി പറഞ്ഞോളുന്നു. എക്സ്പെഷ്യലി എൻ്റെ ഒരു കൂട്ടുകാരൻ ബിജോയ് എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ട്. അത് നമ്മുടെ സുഹൃത്താണ് അതിനെൻ്റെ വഴികാട്ടി. പ്രിയപ്പെട്ട ബിജോയ്ക്ക് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞോളുന്നു. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.